സ്പെഷ്യൽ ഫുഡ് ചൂസ് ചെയ്യാനുള്ളത് ലൈക്ക് ഞാൻ ഇൻട്രാക്ട് ചെയ്ത രീതിയിൽ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഫുഡ് ഞാൻ ഡയറക്ടറോട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ദ വേ ദി ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് എങ്ങനെയായിരിക്കും, അതനുസരിച്ച് എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സൊക്കെ എടുക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ അത്യാവശ്യം കൺവിൻസ്ഡ് ആയിരുന്നു. എസ്പെഷ്യലി നമുക്ക് എങ്ങനെയാണ് ലൈക്ക് ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം, അതനുസരിച്ചുള്ള വർക്ക് എന്തൊക്കെയായിരിക്കും അവിടെ ലൈക്ക് ബേസിക്കലി സ്റ്റാർട്ടിങ് ഫ്രം ഇൻ്റർവ്യൂസ്, പിന്നെ അവിടെ നിന്ന് തൊട്ടുള്ള എങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സോ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സ്റ്റുഡൻറ്റിനെ എങ്ങനെ ഇപ്പോൾ ബികോം കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് എങ്ങനെയാണ് ഒരു ഓഫീസിലേക്ക് വന്ന് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എങ്ങനെ വന്ന് അവിടെ വന്നുള്ള വർക്ക് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. സോ ഇവിടെ ഒന്ന് നോക്കാം അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു ഓഫീസ് എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ ദാറ്റ്സ് വൈ ചൂസ് സ്പെഷ്യൽ 40. ആൻഡ് ക്ലാസ്സസ് വൈസ് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് വളരെ ഹെൽപ്ഫുള്ളാണ്. മെയിൻലി എടുത്തു പറയാനാണെങ്കിൽ ഓരോ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പോൾ നമുക്ക് A to Z ഒന്നും അറിയത്തില്ലെങ്കിലും ടീച്ചേഴ്സ് ഭയങ്കര കാര്യങ്ങൾ ഒന്നിൽ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പഠിപ്പിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബികോം കഴിഞ്ഞതാണെങ്കിലും നമുക്ക് ഓരോന്നും ഇപ്പോൾ എന്തൊക്കെയാണ് ജേർണൽ, എന്തൊക്കെയാണ് ഡാറ്റസ് എങ്ങനെ എൻ്റർ ചെയ്യണം. സോ ബേസിക്കലി ഒരു ഓഫീസിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം അതിൻ്റേതായ രീതിയിൽ നമുക്ക് ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ് അതൊക്കെ. സോ അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ആ ഒരു ഫ്രണ്ട്ലി എസ്പെഷ്യലി ആ ഒരു ടീച്ചർ വൈബല്ല, സ്റ്റുഡൻറ്റ് ടീച്ചർ വൈബല്ല, ഇറ്റ്സ് എ ഫ്രണ്ട്ലി talk between the teacher and the student. So it was a friendly atmosphere and പഠിക്കാനുള്ള ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു നല്ല അറ്റ്മോസ്ഫിയറിൽ ഒരു വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് തരുന്നത്. നോട്ട് ലൈക്ക് ക്ലാസ് റൂം ഓർ എന്താ പറയുക ഒരു ക്ലാസ്സിൽ നിന്ന് എങ്ങനെ പഠിക്കണം ആ ഒരു രീതി ഒന്നുമല്ല. ഇറ്റ്സ് എ പ്രോപ്പർ ജോബ്. അതിനനുസരിച്ചുള്ള ഒരു ഡെമോ ക്ലാസ് പോലെയാണ്. നമുക്ക് ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു സ്റ്റാർട്ടിങ് ഫ്രം ദ ഇൻ്റർവ്യൂസ് and till how will we work in that atmosphere, adana avരുടെ main idu. So I literally like the atmosphere, office atmosphere and the teaching staff. So that's why I chose special 40.